വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു മകര സംക്രാന്തി വിഷ് കേട്ടോ. സത്യമായിട്ട് എനിക്കിന്ന് രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നു. 8:30 കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ പെട്ടെന്ന് വന്ന് ചായ ഇട്ട് രാക്കേക്ക് സിമ്പിളായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ തണുപ്പിന് ഇതുവരെ ഒരു കുറവും ഇല്ലായിരുന്നു, കൂടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി സംക്രാന്തി കഴിഞ്ഞാൽ കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ലോറി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലും കൂടെയാണ്. പഞ്ചാബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മുടെ പുറത്തെ കാഴ്ച ഇപ്പോൾ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, മൂടൽ ചുറ്റും പാടം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ലോറി എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇവർ തീ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് കപ്പലണ്ടി ഇല്ലേ, തോട് കപ്പലണ്ടി, അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ എറിഞ്ഞ് ഇങ്ങനെ ചുട്ട് കളിക്കും. അതാണ് ഇവിടുത്തെ മകര സംക്രാന്തി. ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് ആണെന്ന്. രാഖിക്ക് സിമ്പിൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാനും സിമ്പിൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത്, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, ഇങ്ങനെ നെയ്യൊക്കെ തേച്ചിട്ട് ചായയുടെ കൂടെ കുടിക്കാം. ഇതിപ്പോൾ നമ്മുടെ അങ്കൂന കേട്ടോ, ന്യൂട്ടല്ല തേച്ച് മതി എന്ന് പറഞ്ഞു. അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയ്ഡ് വന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇന്ന് കുത്തിയിരുന്ന് തന്നെ തുടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പെട്ടെന്ന് വൈപ്പർ ഇട്ടിട്ട് പോയിക്കോ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു സാരമില്ല, കുറച്ച് ദിവസമായില്ലേ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി തന്നെയാണ് ഇരുന്ന് തുടച്ച് വൃത്തിയാക്കി തന്നിട്ട് ദേ പോയി. ഇന്ന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിരുന്ന ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ബെഡ്ഷീറ്റും കുഞ്ഞു ക്വിൽട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തണുപ്പായിട്ട് ഇരിക്കാൻ വേണ്ടി എടുക്കുന്ന ക്വിൽട്ട് കാര്യങ്ങളും എല്ലാം നനച്ചിട്ടു. ഇപ്പോൾ വെയിൽ വരുവാണെങ്കിൽ കുറച്ചെങ്കിലും കൊള്ളട്ടെ, ഇല്ലെങ്കിൽ നമുക്കകത്ത് നമ്മുടെ ഹീറ്ററിൻ്റെ അടിയിൽ ചൂടാക്കി എന്നിട്ട് മടക്കി എടുക്കാം. നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ തുണികൾ കണ്ടോ മല പോലെ കിടക്കുന്നു. പക്ഷേ ഇത് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് മടക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇന്നൊരു മകരസംക്രാന്തി ശുഭദിനമായി ഞാൻ നമ്മുടെ തുണികൾ മടക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ 2 ബാൽക്കണിയിലും ബെഡ്ഷീറ്റ് നനച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റൂമിലെയും പിന്നെ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഈ ക്വിൽട്ടൊക്കെ നമ്മൾ വിചാരിക്കും ഉണങ്ങാൻ പാടാന്നല്ല, വെള്ളം പെട്ടെന്ന് വറ്റി എന്നിട്ട് ഡ്രൈ ആയി കിട്ടും പുറത്തിട്ടിരുന്നാലും. അപ്പോൾ നമ്മുടെ ലഞ്ചിന്ന് സിമ്പിളായിട്ടൊരു കോൺ പുലാവാണ് കേട്ടോ. കോൺ മസാല റൈസ് എന്ന് പറയാം. നമ്മുടെ ഓണിയൻ മസാല റൈസ് ഉണ്ടാക്കുന്ന പോലെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവം. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് അലങ്കരിച്ച് കാണാൻ ഒരു ഭംഗിയാക്കി ഇത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ ഫ്രഷ് കോൺ കിട്ടുന്ന സമയമായിട്ടാണ് ഞാനത് ഉണ്ടാക്കാമെന്ന് വെച്ചത്. കൂടെ സിമ്പിളായിട്ടൊരു ബൂന്തി റൈത്ത ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ. അതാ ഞാൻ ആ ഗ്ലാസ് ബോളിലോട്ട് മാറ്റി വെച്ചത്. അഥവാ തണുത്ത് പോയാലും നമ്മുടെ മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി എടുക്കാമല്ലോ. ഈ ബൂന്തി റൈത്തയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്കുൻ്റെ ഫേവറേറ്റ് ആണ്. അതാണ് ഞാൻ കുറച്ച് കൂടുതൽ സെറ്റാക്കി വെക്കുന്നത്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുക. ഒരു ക്വിക്ക് ഡേ ആയിരുന്നു ഇന്ന്, എൻ്റെ ഫാസ്റ്റ് ഡേ എന്ന് പറയാം. എല്ലാം തരികിട പരിപാടിയിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനെ കഴിഞ്ഞു. വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. രാക്കെ ഭക്ഷണവും കഴിച്ചിട്ട് പോയി. ഇത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ച നമ്മുടെ സ്ട്രോബെറിയാ. അപ്പോൾ അങ്കു എന്തോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അവൻ തന്നെ കണ്ടൻസ് മിൽക്ക് ന്യൂട്ടല്ലയൊക്കെ സ്ട്രോബെറിനകത്തോട്ട് കലക്കി വെച്ചിട്ട്, പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം എനിക്ക് തന്നു, ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. എന്തോ വൈറൽ ഡിഷായിരുന്നു, വൈറൽ സംഭവമായിരുന്നു, ഡെസേർട്ട് എങ്ങാണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞത്. പിന്നെ ചിരി വരുന്നൊരു കാര്യം കണ്ടോ, ഇത് അവൻ നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് മസാല അണ്ടിപ്പരിപ്പ്, നമ്മുടെ കാഷ്യൂ ഇല്ലേ, അതാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. സംഭവം നമ്മുടെ മൈദയുടെ സോൾട്ട് ബിസ്ക്കറ്റാ. സോൾട്ടും ഷുഗറും കൂടെ ചേർത്തിട്ട് മസാലയൊക്കെ ചേർത്തിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ, കാഷ്യൂവിൻ്റെ ആ രീതിയിൽ സംഭവം ഇതാ. ചിരി വന്നു പോയി. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ വലിയ രീതിയിൽ കേരള കാഷ്യൂസ് എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. മസാല കേരള കാഷ്യൂസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന് 80 rupees ഉള്ളി മസാല കാഷ്യൂസ്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടി ഇന്ന് അതും തട്ടിക്കൂട്ടാണ്. പനീർ ബുർജി ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. നമ്മുടെ മുട്ട ചിക്കി എടുക്കുന്ന പോലെ പനീർ എടുത്ത് പൊടിച്ചിട്ട് ജസ്റ്റ് എണ്ണയിൽ ജീരകം പൊട്ടിച്ചിട്ട് സവാള, നമ്മുടെ സ്പ്രിംഗ് ഓണിയനോട് കൂടിയുള്ള സവാളയും തക്കാളിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊടിച്ച് വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇതിന് വേഗവുമില്ല, ഒന്നുമില്ല, അടച്ചൊന്നും വെക്കേണ്ട, കാരണം പനീറിനൊന്നും വേഗില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബുർജി റെഡിയാകും. കൂടെ നമ്മുടെ ഇവിടുത്തെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ഞാൻ പറാട്ട വാങ്ങിച്ചത് കേട്ടോ. ആലു പറാട്ടയായിരുന്നു അവിടെ. അവരുടെ ചട്നിയും എന്തൊക്കെയോ തൈരും കൂടെ അച്ചാറൊക്കെ ഉണ്ട്. ഞാൻ പറയാം അതൊന്നും വേണ്ട, നമ്മൾ ബുർജി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പറാട്ടകൾ ചൂടോടുകൂടി അവർ കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതേ എടുത്ത് സംഭവം സെറ്റ്. ഡിന്നറും കഴിഞ്ഞു. അപ്പം നമ്മുടെ കാശ്മീർ ട്രിപ്പ്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കാശ്മീർ എത്തി, ഹോട്ടലിലെത്തി, രാത്രിയിൽ ഭക്ഷണം കഴിച്ച അവിടം വരെ അല്ലേ നിർത്തിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ കേട്ടോ. കുറേ പുരാവസ്തുക്കൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അത് പഴയ കാശ്മീരി കൾച്ചർ. നമ്മുടെ പഴയ ഫോണില്ലേ, അത് വരെ ഉണ്ടായിരുന്നു. അങ്കു അത് ഇതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അവൻ ഈ ഫോൺ കാണുന്നത്. അപ്പോൾ അവനതൊരു അതിശയമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടു. പിന്നെ നമ്മുടെയൊക്കെ അന്നത്തെ കാലം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് കേട്ടോ ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഹോട്ടലും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഫോട്ടോസൊക്കെ നമ്മുടെ സ്പ്രിങ് കഴിഞ്ഞിട്ടുള്ള
സ്പ്രിംഗ് ടൈം തൊട്ടുള്ള കാശ്മീരാണ്, അതായത് തണുപ്പ് കഴിഞ്ഞിട്ടുള്ള കാശ്മീരിൻ്റെ കുറേ ഫോട്ടോസാണ്. ശരിക്കും അപ്പോഴാണ് കാശ്മീർ ഏറ്റവും ഭംഗിയെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് വിൻ്ററിനെക്കാട്ടിയും സമ്മർ സീസൺ 34 ഡിഗ്രി വരെയൊക്കെ പോകും, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സീസണാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സീസണിൽ നമ്മൾ വരുന്നുണ്ട്. തിരിച്ച് വന്ന് നമ്മുടെ ഹോട്ടലിൽ രാത്രി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞാനത് നമ്മുടെ കർട്ടൻ രാവിലെ മാറ്റി നോക്കിയപ്പോൾ സൂര്യന് പകരം ചന്ദ്രനാണ് ഉദിച്ച് നിൽക്കുന്ന കാണുന്നത് കേട്ടോ. നല്ല ക്ലിയർ ആയിരുന്നു, കാരണം പൊല്യൂഷനൊന്നും ഇവിടെ ഒട്ടുമില്ല. മുകളിൽ മഞ്ഞ മലയും കൂടെ അല്ലേ, പുറത്തിറങ്ങിയാൽ നല്ല തണുപ്പാട്ടോ. ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലൊക്കെ സീറോയ്ക്ക് താഴും. കാശ്മീരൊക്കെ നല്ല തണുപ്പാണല്ലോ. അതേ ചൂടോടുകൂടി ചായ കുടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ തന്നെ പെട്ടെന്ന് നമ്മൾ പോവാം. ഇതൊക്കെ നമ്മൾ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. കുറേ സാധനങ്ങൾ നമ്മൾ അന്ന് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അകത്തിടാനുള്ള, നമ്മൾ വെള്ളം വീണാൽ അങ്ങനെ അകത്തോട്ട് പോകാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കും അങ്കൂനും നല്ല ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഒരാക്കേക്ക് ഒരെണ്ണം വാങ്ങിച്ചു വന്നു അവിടുന്ന്. പിന്നെ അല്ലാതെ കുറേ സോക്സ്, കാര്യങ്ങൾ, ഗ്ലൗസ്, ഇതൊക്കെ വെള്ളം തൊട്ടാലും നമുക്ക് പ്രശ്നം വരാത്ത, അതായത് മഞ്ഞ് തൊടുമ്പോൾ നമുക്ക് വെള്ളം തൊടുന്ന പോലെ ആണല്ലോ. കാരണം നമ്മൾ മഞ്ഞ് എടുത്താലും നമ്മൾ താഴെ വരുമ്പോൾ അത് ഉരുകി കയ്യിൽ വെള്ളം അങ്ങനെ പോകാതിരിക്കാൻ പറ്റുന്ന രീതിയാണ്. 3 പേർക്കും ഷൂസ് വാങ്ങിച്ചു. ഇത് വെള്ളം റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കുറച്ച് വെയിറ്റ് ഉണ്ട് സംഭവം. 3 പേർക്കും അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡെക്കാത്ലോൺ പ്രോഡക്ട്സ്. ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. ടാക്സി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടിയിലല്ല പോകുന്നത്, ടാക്സിയിലാണ് പോകുന്നത്. കാരണം അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അപ്പോൾ അത് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളിത് റെഡിയായി. എൻ്റെ ഫസ്റ്റ് ഓൾമോസ്റ്റ് 3 ലെയറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഇനി ഞാനൊരു സ്വെറ്റ് ടീഷർട്ട് പോലെ സംഭവം ഇട്ടിട്ടാണ് ജാക്കറ്റും കൂടെ ഇട്ടു. കണ്ടോ, ഫുൾ സെറ്റായി. കാരണം നല്ല തണുപ്പാണേ, മഞ്ഞ് പോകുമ്പോഴത്തേക്ക് പ്രശ്നവും. അങ്കൂനെയും ഫുൾ പാക്ഡ് ആക്കി, അവൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചു. ഒരാക്കെ അവിടെ സ്റ്റഫ് ആകുന്നേ ഉള്ളൂ. ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടു. ഷൂസിൻ്റെ കാര്യം ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു എന്താ സംഭവിച്ചതെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഷൂസ് ഞാൻ പറഞ്ഞില്ല, നടക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്, നമ്മുടെ സാധാരണ ഷൂസ് പോലല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ളവരും എനിക്ക് തോന്നുന്നു, പക്ഷെ നമ്മുടെ ഹോട്ടലിൽ ചൂടായിരുന്നതുകൊണ്ട് ഇത് ഇട്ടപ്പോൾ ഇത്തിരി നാവി എടുത്തു. പക്ഷെ പുറത്ത് നല്ല തണുപ്പാണ്, പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആശ്വാസമാവും. പഴയ ഹിന്ദി സിനിമ നടനെ പോലായിരുന്നു നമ്മുടെ ഡ്രൈവർ. നമ്മുടെ കാറ് ഡ്രൈവർ വന്നു. സംഭവം തള്ളി വേണം, കാരണം പുള്ളി ഒന്ന് ഓഫ് ചെയ്തപ്പോൾ തന്നെ എൻജിൻ ഡൗൺ ആയി കൂളായിട്ടേ പുറവി തള്ളിയാണ് നമ്മളെ വിടുന്നത്. അങ്ങനെയാണ് നമ്മൾ മഞ്ഞുമല കാണാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ വണ്ടി എടുക്കാത്തത്. നമ്മുടെ വണ്ടി ഹോട്ടലിൽ തന്നെ ഇട്ടിട്ട് ദാൽ ലേക്കാണ് തൊട്ട് ഓപ്പോസിറ്റ്. ഞാൻ പറഞ്ഞില്ല, ദാൽ ലേക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഹിന്ദി സിനിമ നടനെ പോലെ ഒരുങ്ങിയാണ് നമ്മുടെ ഡ്രൈവർ വന്നത്. പുള്ളിക്കാരന് 2 പെൺകുട്ടികളൊക്കെ ആട്ടോ. ഞങ്ങളോട് ഭയങ്കര കമ്പനിയായി. അപ്പം നമുക്ക് കാശ്മീരിൻ്റെ ഭംഗികൾ കാണിച്ചു തരാം. കൂടുതലായിട്ട് നമ്മുടെ കാശ്മീരിൻ്റെ സ്ഥലങ്ങൾ അങ്ങനെ കാണിക്കാൻ പറ്റില്ല യൂട്യൂബിൽ. അത് ഒരു റൂള് പോലെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാവും. ഈ നീല ഓട്ടോ ജമ്മുവിലും കാശ്മീരിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇലക്ട്രിക് ഓട്ടോയാണെന്ന് തോന്നുന്നു, അങ്ങനെ ആരൊക്കെ പറഞ്ഞത്. കാരണം ഇവിടെ സ്റ്റാർട്ടാവാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവരുടെ ഒരു ടെക്നോളജിയൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സും മരങ്ങളും ഒക്കെ ഉണ്ട്. മരങ്ങൾ ഇങ്ങനെ മഞ്ഞ് വീഴുന്നതുകൊണ്ടാണ്, ഭയങ്കര പീക്ക് ടൈം ആകുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ് വീഴും, അതുകൊണ്ടാണ് ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത്. സമ്മർ ആകുമ്പോൾ നല്ലതാവും. ഇത് നല്ലൊരു മാർക്കറ്റാണെന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവർ. പിന്നെ ഇവിടുത്തെ പവർ ഉണ്ടോ, പവർ സപ്ലൈ ചെയ്യുന്ന സംഭവം വലിയ ഓഫീസാണ് അവരുടെ. ഇവരുടെ ബിൽഡിങ്സും ഓഫീസും ഒക്കെ ഭയങ്കര കിടിലമായിട്ടാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ കുറേ തടികളുടെ സംഭവം കിടക്കുന്നുണ്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ തീയൊക്കെ കാന ഇവിടുത്തെ ഡ്രസ്സാട്ടോ. ഒരു പെൺകുട്ടിയും അതിൻ്റെ കൊച്ചാന്ന് തോന്നുന്നു പോകുന്നത് കണ്ടോ. വീടുകൾ കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വീടിൻ്റെ കൾച്ചർ ഓൾമോസ്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ പാടങ്ങളെല്ലാം നമുക്ക് ഈ സമ്മറിന് വരുന്നതാണ്. നെല്ലാകാം, നമ്മുടെ കുങ്കുമപ്പൂവാകാം, ആപ്പിളിൻ്റെ ഒക്കെ ഫാമുണ്ട്. അപ്പോൾ വീടുകൾക്ക് ചുറ്റും സ്ഥലങ്ങളും ഉണ്ട്. അത് സമ്മറിലേ ആക്റ്റീവ് ആവത്തുള്ളൂ. ഇതൊക്കെയാണ് വീടുകൾ. എന്ത് ഭംഗിയാണ്. ഞാൻ കേരളത്തിനെ പോലെ ആകാൻ കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു എന്താ വെച്ചാൽ ഇവർ എത്ര പൈസ കൊടുത്തു അവരുടെ വീട് അത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിടുമെന്ന്. എത്ര പാവപ്പെട്ടവനാണെങ്കിലും ലോൺ എടുത്താലും അവർ വീട് നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കിയിടുന്നു. അത് നമ്മുടെ കേരളത്തിലും അങ്ങനെയല്ലേ, നല്ല വീട് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങി. ഒരാൾക്ക് മെഡിക്കൽ സ്റ്റോറിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ഗുളികകൾ നമ്മൾ എടുത്തു വെച്ചത് വീട്ടിലാണ്, എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അപ്പോൾ അത്യാവശ്യമുള്ള നമ്മൾ ഈ തലകറക്കം ഛർദ്ദിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള വാങ്ങാനൊരു മാർക്കറ്റിൽ നിർത്തിയപ്പോൾ മട്ടൺ തൂക്കിയിട്ടേക്കുന്നുണ്ടോ. ആ വിൽക്കാൻ നിൽക്കുന്ന ആ അപ്പൂപ്പൻ കണ്ടോ, പുള്ളിയുടെ ഡ്രസ്സ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ. നേരത്തെ നമ്മളൊരു ഒരു പെൺകൊച്ചിനെയും അതിൻ്റെ കുഞ്ഞിനെയും കണ്ടില്ലേ, ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇവരിടുന്നത്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൈ വരാകത്തിട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിതേ മഞ്ഞ് മലകൾ കണ്ടു തുടങ്ങി. ഇത് നമ്മൾ ഹിമാചലിൽ പോകുമ്പോൾ പോലെ തന്നെയുള്ള പൈൻ ഫോറസ്റ്റുകളാണ്. പക്ഷേ
ഹിമാചലിൽ നിന്നും വ്യത്യസ്തമായി കയറിയപ്പോൾ തന്നെ നമ്മൾ മഞ്ഞ് കണ്ടു തുടങ്ങി. കണ്ടോ, ഇതൊക്കെ സാമ്പിളാണ്. തുടങ്ങി 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 ജസ്റ്റ് ഐസായിട്ട് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടി 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 വരികയാണ്. എൻ്റെ ദൈവമേ, ഇതിൻ്റെ ഭംഗി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ കണ്ട് കണ്ട് ഇങ്ങനെ പോയി. മലയുടെ മുകളിൽ ചെന്നിട്ട് നമുക്ക് മാഗിയും ചായയും കുടിക്കണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് വെറും കാലിച്ചായ കുടിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ മനസ്സ് ഹാപ്പിയാണ്. ഈ യാത്രയൊന്നും ഒരു വിഷയമല്ല കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മൈൻഡാണ്, അല്ലെങ്കിൽ മനസ്സാട്ടോ. നമ്മളപ്പോൾ മുകളിൽ ചെന്ന് മഞ്ഞിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് ഞാൻ അടുത്ത വ്ലോഗിൽ വരാം കേട്ടോ. ബൈ ബൈ ഡിയേഴ്സ്.